ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത വിവരമൊക്കെ മുന്നേ അപ്ഡേറ്റ് ചെയ്തു. അപ്ലൈ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള കുറച്ച് സംശയങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പി എൻ സി മാക്കിൽ അപ്ലൈ ചെയ്ത സമയത്ത്, നഴ്സിംഗിന് അപ്ലൈ ചെയ്ത സമയത്ത് പറഞ്ഞു ആദ്യം ആരാണോ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് പ്രയോറിറ്റി ഉണ്ടെന്ന്. പക്ഷേ എൽ ബി എസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും കയ്യിൽ കിട്ടിയതിന് ശേഷം എല്ലാ ഡോക്യുമെന്റ്സും കറക്റ്റായി എല്ലാം ജെന്യുവിൻ ആണോ, വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ മതി. കാരണം ആദ്യം നിങ്ങൾ അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പ്രയോറിറ്റി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കാരണം ഒത്തിരി കുട്ടികൾ, ഇപ്പോൾ റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ആനുകൂല്യങ്ങൾ. ഇപ്പോൾ ഓരോ പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും റിസർവേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മുസ്ലിം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം എത്ര റാങ്കുള്ള കുട്ടികളാണെങ്കിലും അവരെടുത്തതിന് ശേഷമേ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി എടുക്കുള്ളൂ. അതായത് ആ റിസർവേഷൻ കാറ്റഗറിയിൽ ആ കമ്മ്യൂണിറ്റിനെ മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കട്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് ഈ ആപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് NCLന്റെ വാലിഡിറ്റി നോക്കിയത്, അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്തതിന് ശേഷം മെസ്സേജ് അയച്ചിട്ടും നമുക്ക് കരിയർ ഹെൽപ്സിന്റെ ഗ്രൂപ്പിലാണെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സർട്ടിഫിക്കറ്റ്സും കിട്ടിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. കാരണം നമുക്ക് കറക്ഷൻ ഡേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് പുതിയ ക്ലെയിംസ് നമുക്ക് ആ ഒരു കറക്ഷൻ സമയത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി കറക്ഷൻ സമയത്ത് കൊടുക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ എൽ ബി എസിന് ഇപ്പോൾ പറയാണ് പുതിയ ക്ലെയിംസ് ഒന്നും അനുവദിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ വാലിഡിറ്റി, ഇപ്പോൾ നമ്മൾ നീറ്റിനൊക്കെ അപ്ലൈ ചെയ്ത NCL ഒക്കെ പലരും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പറ്റില്ല. കാരണം അത് നമ്മൾ അതൊരു നാഷണൽ ലെവലായിട്ട്, അതായത് നാഷണൽ ലെവലല്ല, നമ്മൾ സ്റ്റേറ്റ് ലെവൽ NCL ആണ് നമുക്ക് വേണ്ടത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള NCL ആണ് വേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാതെ നിങ്ങൾ നീറ്റിന് കൊടുത്തിട്ടുള്ള NCL സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ വരും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ കഫേയിലൊക്കെ പോയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്തു വെക്കണം. ഒന്ന്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് ഫോമിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ഫോമിനകത്ത് ഉണ്ടാവും. അതേപോലെ നിങ്ങളെ രജിസ്റ്റർ ID, ഒരു 5 അക്ക രജിസ്റ്റർ ID ഉണ്ടാവും. അത് നിങ്ങൾ കഫേയിലാണെങ്കിലും അക്ഷയയിലാണെങ്കിലും അത് നിങ്ങൾ എഴുതി വെക്കണം എവിടെയെങ്കിലും. പിന്നെ പാസ്വേഡ്, ഇത് മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പാസ്വേഡ് പലരും നമ്മൾ കൊടുക്കുന്നത് പേരിന്റെ ആദ്യ 4 അക്ഷരവും പിന്നെ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് കൂടുതൽ ആളുകളും കൊടുക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ പറ്റുന്ന പാസ്വേഡ് കൊടുക്കുക. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ആൻഡ് രജിസ്റ്റർ ID. കാരണം ഇനി വരുന്ന പ്രൊസീജിയേഴ്സ്, ഇനി ഓപ്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് 16 അല്ലെങ്കിൽ 20ഓളം അലോട്ട്മെന്റ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഫേയിലോ അല്ലെങ്കിൽ അക്ഷയയിലോ ഒന്നും പോയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോണിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് മിസ്സാവാൻ പാടില്ല. പിന്നെ വേറെ കുട്ടികൾ ചോദിച്ചത് ഈ കറക്ഷന്റെ സമയമാണ്. കറക്ഷന്റെ ഡേറ്റ് എന്നാ വരിക? കറക്ഷന്റെ ഡേറ്റ് വരുന്നത്, ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് നമുക്ക് ജൂലൈ 2 വരെയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കറക്ഷന്റെ ടൈം വരുന്നത്. ഇനി ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത്, LBSന്റെ ഈ ഒരു വർഷത്തെ നിങ്ങൾ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 19ഓളം കോഴ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട്. 13 കോഴ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അഡീഷണൽ ആയിട്ട് 5 കോഴ്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട്, അതായത് കോഴ്സുകൾ അപ്ലൈ ചെയ്യാനും കുറച്ചുകൂടെ കുട്ടികൾക്ക് ഈ വർഷം നാട്ടിൽ തന്നെ പഠിക്കാൻ, കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ BSc അനസ്തേഷ്യ ഒന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. BSc അനസ്തേഷ്യ ഒക്കെ പഠിക്കാൻ കുട്ടികൾ പലരും കർണാടക, തമിഴ്നാടൊക്കെയാണ് പോയി പഠിച്ചിരുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അണ്ടറിൽ ആ ഒരു കോഴ്സൊക്കെ വന്നിട്ടുണ്ട്. ബയോ കെമിസ്ട്രി, മെഡിക്കൽ ബയോ കെമിസ്ട്രി, ഇങ്ങനെയുള്ള സംഭവങ്ങളും കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുതിയ വന്ന കോഴ്സുകളാണെങ്കിലും സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് തന്നെ ആയിരിക്കും കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. ആ ഒരു കാര്യം കൂടെ നോക്കണം. പ്രോസ്പെക്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കുക. അതായത് LBSന്റെ പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കോളേജും കോളേജ് ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു ബുക്കും പേനൊക്കെ എടുത്തിട്ട് എഴുതി വെക്കുക, നിങ്ങൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏത് കോഴ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നഴ്സിംഗിന്റെ ആണെങ്കിലും മറ്റുള്ള കോളേജ് മീൻസ് പാരാമെഡിക്കൽ ആണെങ്കിലും ഓരോ കോളേജിനും ഓരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിൽ എ ക്ലാസ് നഴ്സിംഗ് കോളേജ് ഉണ്ട്, ബി ക്ലാസ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരിയർ ഹെഡ്സിന്റെ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്താൽ ബെസ്റ്റ് കോളേജസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ PDF ആയി വെച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ അയച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ പല കുട്ടികളും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, മാർക്ക് ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ കേരളം വെയിറ്റ് ചെയ്യണോ അതോ പുറത്ത് അഡ്മിഷൻ എടുക്കണോ? നമുക്കിപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 90% മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ ആയിരിക്കും ആദ്യ അലോട്ട്മെന്റുകളിലൊക്കെ പരിഗണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് മാർക്ക് കുറഞ്ഞ കുട്ടികളെ പരിഗണിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബെറ്റർ ഓപ്ഷൻ നാട്ടിലെ അലോട്ട്മെന്റ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക, അതിനോട് കൂടെ ഒരു ടെമ്പററി അഡ്മിഷൻ കൂടെ നിങ്ങൾ എടുത്തു വെക്കുക. ഈ നാട്ടിൽ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയില്ല അല്ലെങ്കിൽ കോഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു ഓപ്ഷൻ ആയിട്ട് കണ്ടുവച്ച കോളേജിലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം. LBS എന്ന് പറയുന്നത് 1-2 മാസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു അലോട്ട്മെന്റ് അല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ഈ ഒരു കാര്യം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ എൻട്രി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ റിജക്ഷൻ വരും. പിന്നെ അതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനും രജിസ്റ്റർ ID യും പാസ്വേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഫോണിൽ ഇത് ലോഗിൻ ചെയ്യാം, എങ്ങനെ നിങ്ങളെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇനി പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കരിയർ ഹെൽപ്സിന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.